ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാരു ശ്രേയയ്ക്ക് കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അക്കുച്ചേട്ടൻ്റെ നിഴലത്ത് പോലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കുള്ള പണി ഞാൻ തരും. അത് എങ്ങനെയായിരിക്കില്ല. പിന്നെ ഒരു കാര്യം നീ ഓർക്കുന്നത് നല്ലതായിരിക്കും. മുമ്പ് നീ ഈ പറയുന്ന ആകാശേട്ടനെ സ്നേഹിച്ചു എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കണ്ടിട്ടും മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാശേട്ടൻ നിന്നെയാണ്. ആ മനുഷ്യൻ നിന്നോട് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹിച്ചതിനുള്ള ശിക്ഷ ഇത്രയും വലിയൊരു ശിക്ഷയായി നീ കൊടുക്കരുതായിരുന്നു. സംഭവം ആ മനുഷ്യ അറിഞ്ഞിട്ടില്ല നിന്നെ വിവാഹം വേണ്ടെന്ന് വെച്ചത്. ഞാനും ആകാശേട്ടനും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു വിവാഹമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്. ആ കഥകളെല്ലാം നിനക്കറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നീ എൻ്റെ ആകാശേട്ടൻ്റെ മേലെ തൊട്ടാൽ ഈ പറയുന്ന ശ്രേയ ഇനി ചാരു ആരാണെന്ന് അറിയും. ഇതുവരെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ചാരുവല്ല നീ കാണാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്രേയക്ക് ദേഷ്യമാവാണ്. പിന്നീടാണെങ്കിലോ വീട്ടിൽ വരെ എത്തുകയാണ്. ആകാശും ശ്രേയയും പഴയതിനേക്കാൾ വലിയൊരു നല്ലൊരു ജീവിതം തുടരാനുള്ള ആ ഒരു തീരുമാനവുമായി പോവാണ്. അങ്ങനെ അവർക്കിടയിൽ ഒരു ജീവിതം തുടങ്ങട്ടെ എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആകാശ് പറയാണ്, എടോ നമുക്കിങ്ങനെ പഴയ കാക്കുത്തിയും അക്കുച്ചേട്ടനൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ? അങ്ങനെ പോരല്ലോ, നമുക്കിടയിലും വേണ്ടേ ഒരു അതിഥിയൊക്കെ? എന്താ ആകാശേട്ടൻ പറയുന്നത്? അപ്പോൾ അത് ഹേമ കേട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമുക്കിടയിലും വേണ്ടേ ഒരു ജീവിതവും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ ഒരു അതിഥിയും? എന്താ അക്കുച്ചേട്ടൻ പറയുന്നത്? അതൊക്കെ ഉണ്ടോ, നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് പതിയെ ചാരുവിനെ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. പിന്നീട് ചാരുവിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചാരു പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാൻ കേട്ടോ. ഓഹോ, അപ്പം നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറണോ? എന്നാൽ ഇവരുടെ ഈ കളിച്ചിരികൾ ഹേമ പുറത്ത് നിന്ന് കാണണം കേട്ടോ. അങ്ങനെ ഹേമയാണെങ്കിലോ പിന്നീട് ഒന്നും നോക്കില്ല. ഹേമ പെട്ടെന്ന് ചെല്ലാണ്. ഹേമ തൻ്റെ മകൻ അരവിന്ദനോട് പറയണേ, എടാ മോനെ, അവർക്കിടയിൽ ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവർക്കിടയിൽ ഒരു ദാമ്പത്യവും അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞും ജനിക്കാൻ പാടില്ല. അമ്മ എന്താ ഈ പറയുന്നത്? അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരിപ്പോൾ അവിടെ ഒരുമിച്ച് ഒരു ജീവിതം തുടരാനുള്ള ആ ഒരു ആരംഭത്തിലാണ്. അത് തടയണം, നീ എങ്ങനെയെങ്കിലും തടയണേ. അതിങ്ങനെ തടയാൻ അമ്മേ? അവരുടെ റൂമിൽ അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് ഞാനെങ്ങനെ തടയാനാണ്? നീ ഒന്ന് ആലോചിക്കട പൊട്ടാ. നീ വിചാരിച്ചത് നടക്കുമെന്ന് പറയുന്നിട്ടോ. ഇതേ സമയം ഇത് കേട്ട ഉടൻ തന്നെ കുറച്ചു നേരം ചിന്തിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ അവരുടെ ഡോറിൽ ചെന്ന് തട്ടാമെന്ന് തോന്നണിട്ടോ. അങ്ങനെ ഈ സമയം ആകാശും ചാരുവും പതിയെ ഇങ്ങനെ പ്രണയത്തിലോട്ട് ഇങ്ങനെ വീഴുന്ന ആ സമയം തന്നെ അവിടെ എത്തിയിരിക്കുകയാണ് ഈ പറയുന്ന അരവിന്ദൻ പതിയെ കതക് ഇങ്ങനെ കുറ്റി തുറക്കാൻ ശ്രമിക്കുകയാണ്. പുറത്തു നിന്ന് കുറ്റി 2 ഡോറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ബാൽക്കണി ഇങ്ങനെ കുറ്റിയിടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു നിഴൽ കാണുകയാണ് ചാരു. ഉടൻ തന്നെ ആകാശേട്ട, അതാരാ അവിടെ ഒരു നിഴൽ പോലെ ഞാൻ കണ്ടു, അത് കള്ളൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും ആകാശ് പുറത്തോട്ട് വരികയാണ്. എടാ ആരെടാ എന്ന് പറയുമ്പോഴേക്കും അരവിന്ദൻ ഓട്ടം ഓടുകയാണ് കേട്ടോ. ഇതേ സമയം കള്ളൻ എന്ന് പറയണേ. അപ്പോഴേക്കും ഗോവിന്ദമാമയും ബാലമാമയും അതുപോലെ തന്നെ രമേശിനും തൻ്റെ അനിയത്തിമാരൊക്കെ ഓടി വന്നിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അനുവൊക്കെ എവിടെ കള്ളൻ? അപ്പോൾ ചാരു പറയണേ, ഈ ഭാഗത്തു കൂടെ ഒരു കള്ളൻ ഓടുന്നത് കണ്ടു എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ഹേമ, ഇവളിവിടെ വന്നത് മുതൽ പല കള്ളന്മാരും ഈ വീട്ടിൽ വരും വരാതിരിക്കലൊക്കെ ആണല്ലോ, എന്നാൽ എല്ലാം ചെയ്യുന്നത് എൻ്റെ മകനാണെന്നും അങ്ങ് പറയും. അത് കേട്ട ഉടൻ തന്നെ ബാലമാമ പറയണേ, ഇപ്പോൾ നീ അങ്ങനെ ഒരു സംസാരം എന്തിനാ നീ പറഞ്ഞത്? നിൻ്റെ മകനാണോ ഇനി കള്ളനായിട്ടും വന്നത്? എന്തിനാ എൻ്റെ മകൻ ഇവരുടെ റൂമിലോട്ട് പോകേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയട്ടോ. ഇതേ സമയം ഉടൻ തന്നെ ചന്ദ്ര പറയണേ, മതി അമ്മയെ നിർത്തിയേക്ക്. അച്ഛനും അമ്മയും ഇനി ഒരു വഴക്കിലോട്ട് എത്തണ്ട, മതി നിർത്തിയേക്ക്. ആരാണ് വന്നത് എന്തോ ഒന്നും അറിയില്ല. എന്തായാലും മക്കൾ കഥക്ക് കുറ്റിയിട്ട് കിടക്കണമെന്ന് പറയട്ടോ. ഇതേ സമയം ഇവർ റൂമിലോട്ട് തന്നെ പറഞ്ഞയക്കാണ്. അപ്പോൾ ഹേമയ്ക്ക് യാതൊരുവിധ സമാധാനവുമില്ല. എങ്ങനെയെങ്കിലും ഈ പറയുന്ന ആകാശം ചാരു ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതിനെന്താണ് തടസ്സപ്പെടുത്താൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. പിന്നീടാണെങ്കിലോ പെട്ടെന്ന് ശ്രേയയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശ്രേയാണെങ്കിലോ നല്ല ടെൻഷനിലാണ്. ഇന്നിപ്പോൾ ചാരു തന്നെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു ഭയത്തിലാണ് ശ്രേയ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രേയാണെങ്കിലോ ഈ ഒരു ഭയത്തിൽ നിൽക്കുമ്പോൾ ആണ് ഹേമയുടെ ഫോൺ വരുന്നത്. എന്നിട്ട് ഹേമ ചോദിക്കുകയാണ്, ശ്രേയ, ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ്. നീ എൻ്റെ ആകാശിനെ പെട്ടിയിലാക്കിയത് അതെനിക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല എന്നല്ല, പ്രശ്നമാണ് എങ്കിലും കൂടി ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചത് അതെ, ആകാശും ചാരു ഒരുമിച്ചൊരു ജീവിതവും അവർക്കിടയിൽ
ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ആ ഒരു പരിപാടിക്കൊക്കെ അവർ തുടരുകയാണ്. ഞാൻ പച്ചയായി പറയണ്ടല്ലോ. അത് കേട്ട ഉടനെ ശ്രേയ എന്താ എന്താ ആൻറ്റി പറഞ്ഞത്? അതെ, അവർക്കിടയിൽ ഒരുമിച്ചൊരു ദാമ്പത്യം തുടരാൻ പോവുകയാണ്. അപ്പോൾ അത് ഈ വിചാരിച്ചാൽ തടയിടാൻ കഴിയില്ല. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ടെൻഷനിലാവണം. അപ്പോൾ ശ്രേയ പറയണേ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയണേ. അങ്ങനെ രാത്രിയിൽ ഫോൺ വിളിക്കാനും പറ്റത്തില്ലല്ലോ. രാത്രിയിലോ ആകാശിൻ്റെ ഫോണിലോട്ട് ഒരുപാട് തവണ വിളിക്കും. പക്ഷേ ശ്രേയയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ആകാശ് എടുക്കത്തില്ല കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം അതിരാവിലെ ആകുമ്പോൾ തന്നെ വീണ്ടും വിളിക്കണം. അപ്പോഴും എടുക്കത്തില്ല. ഓഫീസ് ടൈം 10 മണി എന്നുള്ള ഒരു ടൈം ചാരു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ആകാശ് ഡ്യൂട്ടിയിലോട്ട് കയറുമ്പോൾ തനിക്ക് വീണ്ടും ഫോൺ കോൾ വരുമ്പോൾ ആകാശ് ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ ശ്രേയ പറയണേ എന്താ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് ഫോൺ എടുക്കാൻ ഒരു മടിയെന്ന് ചോദിക്കാൻ കേട്ടോ. എൻ്റെ ഡ്യൂട്ടി ടൈം ആവുന്നതല്ലേ ഉള്ളൂ മാഡം, അതുകൊണ്ടാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ചെന്നൈയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്. അതെന്താ മാഡം ഞാൻ ചെയ്തോളാം, ഞാൻ ഓൺലൈൻ വഴിയായി ചെയ്തോളാം. അത് പറ്റത്തില്ല, അവിടോട്ട് പോകണം നീ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ആകാശ് അതെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചോദ്യവും പറച്ചില്ല ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം സൗമ്യയും രാജേന്ദ്രനൊക്കെ പറയണേ ആകാശ് നിനക്ക് മനഃപൂർവ്വം ഒരു പണിക്ക് തന്നതാണ്, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ ആകാശ് പറയണം എന്തായാലും അവർ എൻ്റെ മേലുദ്യോഗസ്ഥയായില്ലേ, അതുകൊണ്ട് ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുക. എന്തായാലും ചെന്നൈയിലോട്ട് എന്ന് പറയണ കേട്ടോ. ഇതേ സമയം ശ്രേയ പറയണേ അതെ തനിയെ പോയാൽ മതി, ഇതൊരു ട്രിപ്പായി പോകാനല്ല ഞാൻ ഈ ഒരു ചെന്നൈയിലോട്ട് പോകാൻ പറഞ്ഞതെന്ന് പറയണ കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന ഉടൻ തന്നെ ബാലമാമയോട് ആകാശ് പറയാണ് അച്ഛാ എനിക്ക് ചെന്നൈയിലോട്ട് പെട്ടെന്ന് പോകണം. അപ്പോൾ ഇത് കേട്ട ഉടനെ മോനെ നീ എന്താടാ പറയുന്നത്, നീ ഇപ്പം എന്തിനാ ചെന്നൈയിലോട്ട് പോകുന്നത്? അത് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, അത് ഓൺലൈനിലായി ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല പറ്റത്തില്ല, അവിടെ ചെന്ന് ചെയ്യണമെന്നാണ് എൻ്റെ മേലുദ്യോഗസ്ഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദമാവ് പറയണേ അവരെ മോനെ നിന്നെ പ്രതികാരം ചെയ്യുകയാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഇവിടെ നിന്നും ഒഴിവാക്കാനും നിന്നെ പെടാപ്പാട് പെടുത്താനാണ്. അത് കേട്ട ഉടനെ ഗോവിന്ദമാമ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഉടൻ തന്നെ ബാലമാമ പറയണേ എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന ചാരുവിനെയും കൂടെ കൊണ്ടേക്കോ എന്ന് പറയട്ടോ. അത് കേട്ട ഉടനെ തന്നെ അയ്യോ അത് പറ്റത്തില്ലല്ലോ അച്ഛാ, അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാമിലി ട്രിപ്പല്ല എന്ന്, അതുകൊണ്ട് എനിക്ക് തനിയെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയണേട്ടോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണേ. അങ്ങനെ ചാരു ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ സമയം ആകാശ് പറയണേ എന്താടോ തനിക്ക് ഞാനിവിടുന്ന് പോകുന്നത് സങ്കടമുണ്ട്, പിന്നെ എനിക്ക് സങ്കടമില്ലാതിരിക്കോ? അക്കുച്ചേട്ടൻ ഞാനുമായി അടുക്കുന്ന ഈ സമയത്ത് തന്നെ അക്കുച്ചേട്ടൻ എന്നെ വേർപിരിയുമ്പോൾ എടോ ഞാനിപ്പോൾ വരില്ലേ, കണ്ണടിച്ച് തുറക്കാവുന്ന 2 ദിവസം അതിനുള്ളിൽ ഞാനിങ്ങ് എത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചാരുവിനെ ഉമ്മ വെക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ആകാശ്. എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്ത് അരവിന്ദനും ഹേമയും സന്തോഷിക്കുകയാണ്. അങ്ങനെ എന്തായാലും എത്ര പെട്ടെന്ന് പണി കൊടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി അടുത്തത് അവിടെ നിന്ന് വരുമ്പോഴേക്കും വേറെന്തെങ്കിലും പണി അവർക്ക് കൊടുക്കണം, അവർ ഒരുമിച്ചൊരു ജീവിതം ഒരിക്കലും പാടില്ല എന്നിങ്ങനെ ഹേമ പറയുകയാണ് കേട്ടോ. ഇതേ സമയം ഹേമ പെട്ടെന്ന് ഫോൺ എടുത്ത് ഷെയെ അടിപൊളി പണി തന്നെ ആയി. എന്തായാലും ഇനി അവിടെ നിന്ന് വരുമ്പോഴേക്കും എന്തെങ്കിലും അടുത്ത അടവുകളുമായി നീ എടുക്കണമെന്ന് പറയും കേട്ടോ. അടുത്ത അടവുകൾ ഈ പറയുന്ന ആകാശിനെ ഇനി കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് പോലീസിൽ കയറ്റുന്ന ഒരു രംഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി റിവ്യൂ ഇനി ഇടാം. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.